ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാൽ പുലാവാണ്. ഒരു സ്പെഷ്യൽ പുലാവാണിത്. പക്ഷേ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. സാധാരണ നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുന്നത് പോലെ തന്നെ കുറച്ച് സ്റ്റെപ്സ് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. ഫ്രൈഡ് റൈസ് ഒന്നും ഉണ്ടാക്കുന്ന അത്രയും ബുദ്ധിമുട്ടില്ല, എന്നാൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയാൽ നോക്കാം. നമ്മൾ ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് ബസ്മതി അരി. നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ ഉപയോഗിക്കുന്ന അരി തന്നെ. ഒരു അരമണിക്കൂർ നേരം സോക്ക് ചെയ്ത് വെക്കണം വെള്ളത്തിൽ. അരമണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാർത്ത് വെക്കണം. വെള്ളം വാർത്ത് വെച്ചാൽ മാത്രമേ നമ്മൾ വെള്ളം എടുക്കുമ്പോൾ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ അതവിടെ വെള്ളത്തിലിട്ട് വെച്ചു. അതിന് ശേഷം നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചു. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതുപോലെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. അതിലേക്ക് ഒരു 3 കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. 4-5 ഏലക്കായ ഇട്ട് കൊടുക്കുക. ഗ്രാമ്പു ഒരെണ്ണ ഇട്ടിട്ടുള്ളൂ, നിർബന്ധമല്ല. പിന്നെ ജാതിപത്രി അത് ഒരെണ്ണത്തിൻ്റെ പകുതി മാത്രമേ ഇട്ടിട്ടുള്ളൂ. 2 കപ്പ് അരിയല്ലേ ഉള്ളൂ. പിന്നെ ബേ ലീഫ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു സവാളയുടെ പകുതി സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സവാളയുടെ പകുതിയാണ്, ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി. ഇനി അതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഒരുപാട് സമയം വേവണം എന്നില്ല, ബ്രൗൺ കളറൊന്നും ആവണ്ട, എന്നാൽ അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്നു വരും വേണം. ആ ഒരു പരുവത്തിൽ നമ്മൾ 2 പച്ചമുളക് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്ച്ചോറ് പോലെയല്ല, പുലാവാകുമ്പോൾ കുറച്ചും കൂടി സ്പൈസിയാണ്. അപ്പോൾ 2 പച്ചമുളക്, എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഇടാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി ഒരുവിധം കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ആ സമയത്താണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറണം. ആ സമയത്താണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഒരു തേങ്ങയുടെ പകുതി 3 കപ്പ്, ഏകദേശം 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പാലെടുത്തതാണ്. 1-ാം പാല് 2-ാം പാല് അങ്ങനെയൊന്നുമില്ല. ഒരു തേങ്ങയുടെ പകുതി ചിരവുക. അതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം 3 കപ്പ് പാല് കിട്ടും. 2 കപ്പ് അരിയിലേക്ക് നമ്മൾ 3 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തത്. അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന കണക്കിലാണ്. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. തേങ്ങാപ്പാലായത് കാരണം വെള്ളം പെട്ടെന്ന് കൂടും, കാരണം അതൊരു ഓയിലി ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൽ കിടന്ന് ചോറ് വെന്തോളും. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തേങ്ങാപ്പാൽ. പിരിഞ്ഞു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. അതിലേക്ക് നമ്മൾ കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് വെള്ളം വാർന്നിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, കാരണം വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ അരിയുടെ വെള്ളത്തിൻ്റെ കണക്കെല്ലാം തെറ്റിപ്പോവും. അപ്പോൾ 3 കപ്പ് വെള്ളത്തിലേക്ക് 2 കപ്പ് അരി. അത് അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതുകൊണ്ടാണ് കേട്ടോ 3 കപ്പ് വെള്ളം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ അരിയുടെ ഇരട്ടി വെള്ളം എടുക്കേണ്ടി വരും. പക്ഷെ നമ്മളിവിടെ അരിയുടെ ഇരട്ടി വെള്ളം എടുത്തിട്ടില്ല. അടച്ച് വെച്ചിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി നോക്കുകയാണ്. വീണ്ടും അടച്ച് വെക്കുക. ലോ ഫ്ലെയിമിൽ വേണം, പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വേണം ഇട്ട് കൊടുക്കാൻ. ഈ വെള്ളം വറ്റുന്നതോടുകൂടി ഈ അരിയും വേവാവും. നമ്മൾ ഏകദേശം അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി ആയതുകൊണ്ടാണ് പെട്ടെന്ന് വേവുന്നത്. സോക്ക് ചെയ്തൊന്നും വെച്ചിട്ടില്ല എങ്കിൽ അരിയുടെ ഇരട്ടി തന്നെ വെള്ളം എടുക്കുക. ഇപ്പോൾ ഇതാ ചോറ് റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. തമ്മിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല, കാരണം നമ്മൾ തേങ്ങാപ്പാലാണല്ലോ ഒഴിച്ചത്. അപ്പോൾ അതിലൊരു എണ്ണമയം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഒരുപാട് എണ്ണ പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചത് ആദ്യം. സാധാ എണ്ണയല്ല, വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിലാണ്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഓണിയൻ ഇട്ട് കൊടുക്കണം. അത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. ഫ്രൈ ചെയ്ത് വെച്ച ഓണിയനും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാം, നിർബന്ധമില്ല. ഇപ്പോൾ ഇതാ ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ്റെ കൂടെ അല്ലെങ്കിൽ പനീർ ബട്ടർ മസാല, അതിൻ്റെയൊക്കെ കൂടെ നല്ല ടേസ്റ്റാണ്. ഒരു കറി ഇല്ലെങ്കിൽ പോലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക, ഈസിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്